ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഹനുക്കാഹ് എന്ന ജൂത ആഘോഷ പരിപാടിക്കിടെയുണ്ടായ വെടിവെപ്പിൽ 12 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:17 തോക്കുധാരികളായ 2 പേർ 50 തവണ വെടിയുതിർത്തത്. കൊല്ലപ്പെട്ടവരിൽ ഒരു അക്രമിയും ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. 2 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 18ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രയേൽ ഓസ്ട്രേലിയൻ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിച്ചു. ഓസ്ട്രേലിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നും ഇസ്രയേൽ കുറ്റപ്പെടുത്തി. ജൂത സമൂഹത്തിൻ്റെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാന ആഘോഷമാണ് ഹനുക്കാഹ്. ഈ അക്രമികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നവീദ് അക്രം എന്ന അക്രമിയെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. നവീദ് അക്രം പാകിസ്ഥാൻകാരനാണെന്ന് തിരിച്ചറിഞ്ഞു. പാകിസ്ഥാനിലെ ലാഹോർ സ്വദേശിയായ നവീദ് അക്രത്തിന് 24 വയസ്സാണ് പ്രായം. അതിനിടെ നിരായുധനായ ഒരു വ്യക്തി ഈ തോക്കുധാരിയെ ആക്രമിച്ച് കീഴടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കുന്നതിനിടെ നിരായുധനായ ഒരാൾ അക്രമികളെ നേരിടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 43 വയസ്സുള്ള അഹമ്മദ് അൽ അഹമ്മദ് എന്ന പഴക്കച്ചവടക്കാരനാണ് ഈ അക്രമിയെ കീഴ്പ്പെടുത്തിയത്. ആക്രമണത്തിനിടെ അദ്ദേഹത്തിന് 2 വെടിയേൽക്കുകയും ചെയ്തു. പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്ന അഹമ്മദ് പിന്നിൽ കൂടി ഈ തോക്കുധാരിയുടെ അടുത്ത് വരികയും കഴുത്തിൽ പിടിച്ച് തോക്ക് പിടിച്ചു വാങ്ങി തള്ളിയിടുകയും തുടർന്ന് ആയുധം അയാൾക്ക് നേരെ ചൂണ്ടുകയും ചെയ്തു. അഹമ്മദിൻ്റെ ധീരത നിരവധി പേരുടെ ജീവനാണ് രക്ഷപ്പെടുത്തിയത്. അഹമ്മദ് ആശുപത്രിയിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയില്ലെന്ന് അഹമ്മദിൻ്റെ ബന്ധുവായ മുസ്തഫ മാധ്യമങ്ങളോട് പറയുന്നു. അദ്ദേഹം സുഖമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അഹമ്മദിൻ്റെ ധീരതയെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു. പ്രധാനമന്ത്രി ആൻ്റണി അൽബനീസും അഹമ്മദിനെ ഹീറോ എന്നാണ് വിശേഷിപ്പിച്ചത്. വെളിച്ചത്തിൻ്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞായറാഴ്ച ദിവസം ആയിരങ്ങളാണ് ബീച്ചിൽ ഒരുമിച്ച് വന്നത്. വിശ്വാസികൾ പരസ്പരം സന്തോഷം പങ്കുവച്ചും നൃത്തം ചെയ്തും ഈ ഉത്സവം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ആയുധധാരികളായ 2 അക്രമികൾ അങ്ങോട്ട് കടന്നു വരുന്നത്. സന്തോഷം നിൽക്കുന്ന ഈ മനുഷ്യർക്ക് നേരെ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. ഓരോരുത്തരായി വെടിയേറ്റ് നിലത്ത് വീണു. ബാക്കിയുള്ളവർ ഭയന്നോടി. ഓടുന്ന മനുഷ്യരെയും ഇവർ വീണ്ടും ആക്രമിച്ചിരുന്നു. ആ വെടിവെച്ചയുടെ ശബ്ദം കേട്ടാണ് അഹമ്മദ് അൽ അഹമ്മദ് ബീച്ചിലേക്ക് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണ് അക്രമിയുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു കാറിന് പിന്നിൽ ഒളിച്ചുകൊണ്ട് പെട്ടെന്ന് അക്രമിയുടെ നേരെ ചാടി വീണ് തോക്കിൽ കയറി പിടിക്കുന്നത്. അല്പനേരത്തെ പിടിവലിക്കൊടുവിൽ അക്രമിയുടെ കയ്യിൽ നിന്നും അയാൾ തോക്ക് പിടിച്ചെടുത്ത ശേഷം അക്രമിയെ ഇടിച്ച് നിലത്തിട്ടു. പിടിച്ചു വാങ്ങിയ തോക്ക് അയാൾ അക്രമിയുടെ നേരെ ചൂണ്ടി വെടിയുതിർക്കുകയും ചെയ്തു. വെടിയുണ്ടകൾ അക്രമിയുടെ ശരീരത്തിൽ തുളഞ്ഞു കയറി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ തിരിച്ചടിയിൽ ആ അക്രമി വെടിയേറ്റ് വീണു. ആളുകൾ എത്തുമ്പോഴേക്കും അഹമ്മദ് തറയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. അക്രമിയിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അഹമ്മദിന് വെടിയേറ്റിരുന്നു. ശരീരത്തിൽ വെടിയുണ്ടകൾ കയറിയത് വകവെക്കാതെയാണ് അഹമ്മദ് അക്രമിയുമായി പോരാടിയത്. 43 വയസ്സുള്ള അഹമ്മദ് അൽ അഹമ്മദ് അവിടെ അടുത്ത കടയിലെ ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ്. 2 കുട്ടികളുടെ പിതാവുമാണ്. ഇന്നേ വരെ ജീവിതത്തിൽ ഒരിക്കലും തോക്ക് പിടിച്ച പരിചയമൊന്നും അയാൾക്കില്ല. പക്ഷേ ആ സമയത്ത് അക്രമിയുടെ തോക്ക് പിടിച്ചു വാങ്ങി അയാൾ തിരിച്ച് വെടിവെച്ചു. അതുകൊണ്ട് സാധാരണക്കാരായ നിരവധി ആളുകളാണ് രക്ഷപ്പെട്ടത്. അയാൾ ആ നിമിഷം അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഒട്ടേറെ മനുഷ്യർ അവിടെ കൊല്ലപ്പെടുമായിരുന്നു. പല രാജ്യങ്ങളിലും കുടിയേറ്റം നിയന്ത്രിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും കുടിയേറ്റത്തിന് നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്തും CAA അഥവാ സിറ്റിസൺ അമെൻഡ് ആക്ട് നടപ്പാക്കുന്നതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. അയൽ രാജ്യങ്ങളിൽ മതപരമായ പീഡനം നേരിടുന്ന 6 ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുമതി നൽകുന്നതാണ് ഈ നിയമം. മതപരമായ പീഡനം മൂലം 2014 ഡിസംബർ 31 മുമ്പ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക. എന്തുകൊണ്ട് മുസ്ലിം അതിൽ ഇല്ല എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. ഈ പറഞ്ഞ 3 രാജ്യങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മതപരമായ പീഡനം നേരിട്ട മൂലം ഇന്ത്യയിലേക്ക് വന്നവർക്ക് മാത്രമാണ് CAA പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയുന്നത്.